ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം പാകിസ്ഥാനി ക്ലോത്തുകളായിട്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ വെച്ചാൽ ഒക്കതും നല്ല പുതിയ പുതിയ അടിപൊളിയായിട്ട് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ക്ലോത്തുകളാണ്. 599 ആട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല നിങ്ങൾക്ക് എന്താ പറയുക, ഏത് സൈസിൽ വേണമെച്ചാലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള ക്ലോത്തുകളാണ് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഇത്രയും ഭംഗി കാണുന്നുണ്ടാവില്ല, പക്ഷെ സ്റ്റിച്ച് ചെയ്താലാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവാൻ. പിന്നെ നിങ്ങൾക്കിത് ഒരു കാരണവശാലും ഒരു പേടിയും വേണ്ട. ഇത് ഞാനിങ്ങനെ നിവർത്തി വെച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ, അതായത് ഇപ്പം ഫുള്ളായിട്ട് കാണിച്ചിട്ടാണല്ലോ വീഡിയോ ചെയ്യണേ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം മൊഞ്ചുള്ള കളക്ഷൻസാണ്. പെരുന്നാളിന് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്ലോത്താണ്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ഒരു ക്ലോത്ത് കൂടിയാട്ടോ. കോട്ടൺ ആച്ചാലും ഫുൾ കോട്ടൺ ആട്ടോ. പാൻ്റ് ആയിക്കോട്ടെ, ഷോൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടോപ്പിൻ്റെ ക്ലോത്ത് ആയിക്കോട്ടെ, എല്ലതും ഫുൾ കോട്ടൺ ആണേ. അപ്പോൾ 599 റേറ്റ് വരുന്നത്. വേണ്ടത് ഏതാ വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഏത് അഡ്രസ്സിലേക്കാണോ അയക്കേണ്ടത് വെച്ചാൽ ആ ഒരു അഡ്രസ്സ് കൂടി അയക്കുക കേട്ടോ. അപ്പോൾ മൊഞ്ചുള്ള കളക്ഷൻസാണ്. പാനൂരത്തെ ഷോപ്പിൽ പാകിസ്ഥാനീൻ്റെ റെഡിമെയ്ഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പിന്നെ തുണിയൊക്കെ അവൈലബിൾ ആണ്. ഇൻഷാ അല്ലാ 2 ദിവസം കൊണ്ട് ഒത്തിരി കളക്ഷൻസ് പാനൂർ ഷോപ്പിൽ വരുന്നതുമാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ഓരോന്നും വെറൈറ്റി കളേഴ്സാട്ടോ. എനിക്ക് ആ കളേഴ്സ് ഏതാണെന്ന് പറഞ്ഞുതരാൻ പറ്റണില്ല, അത്ര അടിപൊളി കളേഴ്സാണ് കേട്ടോ കാണിക്കണേ. അപ്പം നിങ്ങൾക്കിത് ഏതാണ് ഇഷ്ടമായിട്ടില്ല വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് നോക്കൊണ്ട്. ഒത്തിരി ലേറ്റായി ചോദിക്കണ സമയത്ത് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. ദയവ് ചെയ്തിട്ട് 11 മണിക്ക് ശേഷം കോൾ ചെയ്യാം കേട്ടോ. കാരണം ആ ഒരു ടൈമിലേക്ക് എനിക്ക് ഇഷ്ടം മാതിരി ഫോൺ വരികയാണ്, എടുക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 11 മണി പറയുന്നത്. 11 മണിക്കാണ് ഞാനൊന്ന് ഫ്രീ ആവുക. അല്ലാണ്ട് ഓൺലൈനിൽ കയറുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കയറണതല്ല. എന്താ പറയുക, ഏതെങ്കിലും ഒരാൾ ഓർഡർ തന്നിട്ടുള്ളവർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കണ സമയത്ത് വന്ന് കയറുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗി, നിങ്ങൾ ഇതിൽ കാണുന്നതിനേക്കാളും ഭംഗിയാട്ടോ നേരിൽ കാണാനായിട്ട്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോൾ വീഡിയോ ചെയ്തതിനുള്ളതിനെക്കാട്ടിലും ഭംഗി നേരിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വിചാരിക്കാനുണ്ടാവും പർദ്ദൻ്റെ വീഡിയോ ചെയ്യൽ നിർത്തിയോ എന്നുള്ളത്. പർദ്ദൻ്റെ എന്ന് വെച്ചാൽ ഇനി ഹെവി വർക്കൊന്നും ഞാൻ ഓർഡർ എടുക്കില്ല കേട്ടോ. ഹെവി വർക്ക് എടുത്താൽ തന്നെ പെരുന്നാളിലേക്ക് അയക്കാൻ പറ്റില്ല. ഇനി ഞാൻ ചെയ്ത വീഡിയോസിൽ സിമ്പിൾ വർക്ക് ഏതെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവുമ്മൽ വർക്ക്, അല്ലെങ്കിൽ പൈപ്പിംഗ് പർദ്ദകൾ, അതുപോലെ തന്നെ ഗൗൺ അബായകൾ, അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ഹെവി വർക്ക് ഇനി ഓർഡർ എടുക്കാൻ പറ്റില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമായതുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഏത് അഡ്രസ്സിലേക്കാണോ അയക്കേണ്ടത് ഫോൺ നമ്പർ പിൻകോഡ് തെറ്റാണ്ട് വെക്കാനായിട്ട് നോക്കുക. പോസ്റ്റാണോ DTDC ആണോ എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നല്ല ശക്തയായ മഴയാണ് കേട്ടോ. എന്താ അറിയില്ല, മഴക്കൊരു കുറവുമില്ല. പേടിയാവുക കേട്ടോ സത്യം പറയാച്ചാൽ. മഴ ഇഷ്ടമുള്ള ഒരാളാണ്, എന്നുവെച്ചാലും മഴ അധികമായി പെയ്യണ സമയത്ത് പേടിയാവുകയാണ്. പിന്നെ പറയാൻ പല കുഞ്ഞു കുഞ്ഞു നഷ്ടങ്ങളും കാര്യങ്ങളും. എന്താ പറയുക, ഒരു ധൈര്യം ഇല്ലാണ്ടായി യാത്ര ചെയ്യാൻ പോലും. എന്താ പറയുക, നമുക്കൊരു മരമൊക്കെ പൊട്ടി വീഴുക യാത്ര ചെയ്യണ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് പൊട്ടി വീഴുക, ഒക്കെ അപകടങ്ങൾ തന്നെയല്ലേ. കാറ്റ് ശക്തിയായ കാറ്റാണ്. അപ്പോൾ ദുആ ചെയ്യാം കേട്ടോ എല്ലാവരും. എനിക്ക് എന്നല്ല, മൊത്തത്തിൽ മഴേനെ കുറച്ച് കിട്ടാനും അതുപോലെ തന്നെ ഇങ്ങനെ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനും ഒക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നമുക്കൊന്നും കുഴപ്പമില്ലല്ലോ, നമ്മൾ സേഫാണല്ലോ. മറ്റുള്ളവർക്ക് നമ്മളൊരു വാർത്തയായി കാണാൻ പോലും ആഗ്രഹിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. മഴ കൂടുതലാവുമ്പോഴുള്ള ദുആയൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പോസ്റ്റ് ആയിട്ടാണോ DTDC ആയിട്ടാണോ വേണ്ടതെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്കിത് പാകിസ്ഥാനിൻ്റെ വീഡിയോ ചെയ്യണതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ എന്താ വോയിസ് ഇടേണ്ടതെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം. 2.5 മീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഷോളിൻ്റെതും അങ്ങനെ തന്നെ വരുന്നുണ്ട്. പെയിൻറ്റിൻ്റെത് 2 മീറ്റർ ആട്ടോ വരുന്നത്. 2-2.25 അങ്ങനെ വരും. പിന്നെ ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഞാനൊന്നുകൂടി അളവെടുത്ത് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ഫുൾ കോട്ടൺ ആട്ടോ. പാൻ്റ് ആയിക്കോട്ടെ, ഷോൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മൊത്തത്തിലിപ്പോൾ കോട്ടൻ്റെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. 599, അതായത് 599 റേറ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചൊരു പോളി കോട്ടൺ ആയിട്ട്, അതായത്
പോളിസ്റ്റർ മിക്സ് വരുന്ന കോട്ടനും പാകിസ്ഥാനി ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ വേണമെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തുതരാം കേട്ടോ. അതാകുമ്പോൾ റേറ്റിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും, റേറ്റ് കുറവുണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് പാകിസ്ഥാനി റെഡിമെയ്ഡാണ് വേണ്ടി വെച്ചെങ്കിൽ അത് പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മാത്രമായിട്ട് എനിക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. എല്ലാ പേഴ്സണലും എനിക്ക് മെസ്സേജ് അയക്കുന്ന വെച്ചെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ അടിപൊളി കളക്ഷൻസാണ്, വാങ്ങിക്കണം എന്നുള്ള താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കൊണ്ടു. മെസ്സേജിന് റിപ്ലൈ ഇല്ല വെച്ചെങ്കിൽ 11 മണി മുതൽ, രാവിലത്തെ 11 മണി മുതൽ വൈകിട്ടത്തെ 5 മണി വരെ ഫോണും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.